ശ്രീലക്ഷ്മിയുടെ അച്ഛനാണ്. വെള്ളയിൽ ഗവൺമെൻറ് UP സ്കൂളിൽ നിന്നും 2018 റിട്ടയറായത്. ശ്രീലക്ഷ്മിൻ്റെ അമ്മയാണ്. ഞാൻ പോലീസിലാണ്, വളരെ ക്രൈംബ്രാഞ്ച് ഓഫീസറാണ്. ഇപ്പോൾ നമുക്ക് റാങ്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. PSC പഠിക്കുമ്പോഴൊക്കെ പിന്നെ അവൾ പഠിച്ചോളും. എയിമിൽ പോയി അവിടുന്ന് ക്ലാസ് എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്ന യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം എഴുതും. അപ്പോൾ അതിൻ്റെ മാർക്ക് ചില സമയത്ത് മാർക്കൊക്കെ ആദ്യമൊക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, അപ്പോൾ അത് അടുത്ത തവണ അങ്ങ് റെഡിയാവും അങ്ങനെ പറഞ്ഞു. ഈ ഡിഗ്രി പഠനം പൂർത്തിയായതിനു ശേഷം പിന്നെ അവളോട് B.Ed TTC തുടങ്ങിയ കോഴ്സുകൾക്ക് ചേരാൻ മാതാപിതാക്കളായ ഞങ്ങൾ നിർബന്ധിച്ചെങ്കിലും അവൾക്ക് അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്ത സ്ഥിതിക്ക് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ വന്നു. അപ്പം പിന്നെ അവളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു PGക്ക് പോകണം. അപ്പോൾ ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അതിനൊരു നിന്നും വ്യതിചലിച്ചുകൊണ്ട് PG എന്നുള്ളതിൽ നിന്നും വ്യതിചലിച്ച് PG നല്ലത് തന്നെയാണ്. അതിൻ്റെ ഒരു മഹത്വം കുറച്ചുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. ഒരു ജോലി നേടി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി നേടിയെടുക്കുക വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡിഗ്രിയും PhD അടക്കം കഴിഞ്ഞിട്ടുള്ള പല കുട്ടികളും ഇന്ന് ജോലി ഇല്ലാത്തൊരവസരത്തിൽ ഒരു ജോലി നേടിയെടുക്കുക, ഡിഗ്രി ലെവലിലുള്ള ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായി PSC കോച്ചിങ്ങിന് ചേരണമെന്ന് ഞാൻ പറയുകയും അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു ഏതിലാണ് നമ്മളേത് സ്ഥാപനത്തിൽ പോകണം. കോച്ചിങ്ങിന് പല സ്ഥാപനങ്ങളും ഇപ്പം ടൗണിൽ കൊയിലാണ്ടി തന്നെ ഉള്ള സ്ഥിതിക്ക് സ്ഥാപനത്തിൽ പോകണം. അപ്പോൾ അവളുടെ അഭിപ്രായമായിരുന്നു എയിമിൽ പോവുക. അവളുടെ അഭിപ്രായത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാനും അമ്മയും ഒക്കെ തന്നെ അവൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. എയിം എന്ന് പറയുമ്പോൾ ലക്ഷ്യം, ഇതും ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ്. ജോലി നേടിയെടുക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ എയിമിന് എന്ന ആ മഹാപ്രസ്ഥാനത്തിന് ഒരു വലിയ സാധ്യതയുണ്ട്, അതിന് സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ഈ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് റാങ്ക് നേടി എന്നറിഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നി. എയിമിനോടാണ് ആദ്യമായിട്ട് എനിക്ക് ഈ സന്തോഷം പങ്കുവെക്കാനുള്ളത്, ഈ അഭിമാന നിമിഷങ്ങൾ പങ്കുവെക്കാനുള്ളത്. ഇനി വരുന്ന തലമുറയ്ക്കും ഈ എയിമിൻ്റെ പഠന രീതിയെ പറ്റി പറയുമ്പോൾ കൃത്യമായ പഠന രീതികൾ, ഓരോ വിഷയവും കേന്ദ്രീകരിച്ച് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പഠന രീതികൾ, ക്വസ്റ്റ്യൻ ആൻസർ, ആ പഠന രീതി, ആ ഇൻഡെപ്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിസ്സാരമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ പോലും ട്രെയിൻ ചെയ്തുകൊണ്ട് അവൾക്കൊരു ദിശാബോധം കൊടുക്കുന്നതിൽ എയിം വളരെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ഇന്ന് ഡിഗ്രിയും +2ഉം PGയും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എയിം വളരെ നല്ല സ്ഥാപനമാണ്. നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കും. ആ എയിമിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ എയിമിൻ്റെ അധ്യാപകർ കഠിന പരിശ്രമത്തോടു കൂടി, സമർപ്പണ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന അധ്യാപകർ എയിമിലുണ്ട്. നിങ്ങളുടെ എയിം എത്താൻ ആ എയിം എന്ന സ്ഥാപനത്തിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ശ്രീ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എപ്പോഴും പുസ്തകത്തിൻ്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിക്കുന്ന സമയം കൃത്യമായിട്ട് പഠിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചി തന്നെയാണ്. വീട്ടിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ മോട്ടിവേഷൻ എനിക്കും കിട്ടുന്നുണ്ട്. അപ്പം ചേച്ചിയുടെ ഒരു വിജയം തീർച്ചയായിട്ടും ഭാവിയിൽ എനിക്കും ഒരു പ്രചോദനമായി തീരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു LDയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഓരോ വിജയത്തിലും എന്താ പറയുക, തൂണുകൾ പോലെ നിന്നിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. അതിനൊക്കെ ഉപരി
എൻ്റെ ചെറുപ്പകാലം മുതലേ എന്നെ നോക്കിയതും ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മമ്മയാണ് എൻ്റെ ഒരു എന്താ പറയുക എല്ലാ വിജയത്തിലും എപ്പോഴും ഏത് പരാജയത്തിലും അത് കുഴപ്പമില്ല അടുത്തതിൽ നമുക്ക് ശരിയാക്കാമെന്നും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ അനിയത്തി അവളെ വേറെ ഒരു രീതിയിലാണ് എന്നെ വളരെയധികം മോറലി മാത്രമല്ല എൻ്റെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള ഒരു എന്താ പറയുക പവർ പാക്ക് ഒരു വ്യക്തിയാണ് എൻ്റെ അനിയത്തി. അപ്പോൾ എല്ലാവരോടുള്ള നന്ദി അല്ല, കാരണം നന്ദി പറയേണ്ടവരല്ല, പക്ഷേ ആ ഒരു സ്നേഹം എന്താ പറയുക ഇങ്ങനെ പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എല്ലാത്തിനും സർവോപരി ദൈവത്തിനും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഇത് അഖിലേട്ടൻ, നമുക്കെല്ലാവർക്കും അറിയാം എയിം കൊയിലാണ്ടിയുടെ നട്ടലാണ് അഖിലേട്ടൻ. ഞാൻ എയിമിൽ ചേർന്ന സമയത്ത് ആദ്യമൊക്കെ പരീക്ഷയ്ക്ക് മാർക്കൊക്കെ കുറയുമ്പോൾ ഇങ്ങനെയൊന്നും പോരാ, കുറച്ചുകൂടി നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ 1ാം റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം എന്താ പറയുക സന്തോഷം തോന്നിയത്, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടാവുക അഖിലേട്ടനായിരിക്കും. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുന്ന സമയം മുതൽ LDക്ക് 1ാം റാങ്ക് പിടിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ ഒരു യാത്രയിൽ. അപ്പോൾ അഖിലേട്ടന് അങ്ങനെ ഒരു വിജയം കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതുപോലെ എയിം കൊയിലാണ്ടിയുടെ പേരിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അതൊക്കെ കടന്നു പോകുന്നത് കാണുമ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിജയം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ ഒരു മെൻറ്റർ അല്ല അധ്യാപകൻ എന്ന രീതിയിൽ അഖിലേട്ടന് കൊടുക്കുകയാണ്. Congrats.